അപകർഷതാബോധം എന്ന വാക്കിൻ്റെ അർത്ഥം താൻ മറ്റുള്ളവരെക്കാൾ കുറവുള്ളവരാണെന്ന് തോന്നൽ. താൻ മറ്റുള്ളവരെക്കാൾ കുറവുള്ളവനാണെന്നൊരു തോന്നൽ നമുക്കുണ്ടായാൽ അതുണ്ടാകുന്നത് തന്നെ എങ്ങനെയാണ്? നമ്മളെക്കാൾ കൂടുതൽ മറ്റാർക്കോ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് താൻ അവരെക്കാളും കുറഞ്ഞതാണെന്നുള്ള തോന്നലുണ്ടാകുന്നത്. അത് സ്വാഭാവികമായിട്ടും ധനപരമായിട്ടും സമ്പത്തുപരമായിട്ടും അങ്ങനെ വിദ്യ അങ്ങനെയുള്ള പല തൊഴിൽ അങ്ങനെയുള്ള പല കാര്യത്തിലും ആ അപകർഷതാബോധം വേണേൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു സാധാരണ മഴ പെയ്താൽ ചോരുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് നല്ല വീട് കാണുമ്പോൾ ഒരു അപകർഷതാബോധം, ഒരു അസൂയ, എനിക്കതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു അസൂയയല്ലായിരുന്നു, ഒരു അപകർഷതാബോധം. അതായത് എന്നേക്കാൾ കൂടുതലുള്ള അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലുള്ള അതിൽ കുറവുള്ളവനാണല്ലോ ഞാൻ. ആ ഒരു അപകർഷതാബോധം എന്നെ നന്നായി ഭരിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ മറ്റു കുട്ടികളുടെ അവർ ജയിച്ചു കഴിയുമ്പോൾ അവരുടെ പഴയ പുസ്തകങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ അത് സൗജന്യമായിട്ടായിരിക്കും കൂടുതലും കിട്ടുന്നത്. ചിലപ്പം ചെറിയ പൈസയെ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് നമ്മൾ കൊണ്ടുപോയി നോക്കുമ്പോൾ അയാളുടെ കുറിപ്പുകളും അയാൾ അടിവരയിട്ട് വെച്ചതും അയാൾ പൂരിപ്പിച്ചതും അയാളുടെ പേരും ഒക്കെ കൊത്തിവെച്ച ഒരു പഴയ പേജുകൾ ഒക്കെ പെഞ്ചി തുടങ്ങിയ ആ പുസ്തകം നോക്കി ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ പുത്തൻ പുസ്തകം കാണുമ്പോൾ ഒരു അപകർഷതാബോധം തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് അസൂയയല്ല, അതിന് അസൂയയെന്നല്ല എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുള്ള ഒരു അപകർഷതാബോധം തന്നെയാണ്. കുറവുള്ളവൻ എന്നതുകൊണ്ടാണല്ലോ എനിക്ക് ആ പഴയത് പിഞ്ചിക്കേറിയ ആ പഴയത് മറ്റുള്ളവരെ അടയാളപ്പെടുത്തി ഒന്നുമായിട്ട് വന്നിരിക്കേണ്ടി വന്നതെന്നുള്ള അപകർഷതാബോധം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയിട്ട് നൂൽക്കമ്പിയൊക്കെ ഇട്ട് വെച്ച് കെട്ടി നടന്ന കാലത്ത് നല്ല ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടന്നു പോകുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു അപകർഷതാബോധം തോന്നിയിട്ടുണ്ട്. അത് വാങ്ങാനുള്ള സമ്പത്തോ അല്ലെങ്കിൽ മറ്റൊന്നോ വരുമാനങ്ങളോ ഒന്നും കയ്യിലില്ലല്ലോ എന്നുള്ള അപ്പോൾ കുറവുള്ളവനാണെന്ന് തോന്നുന്നു. ആ അപകർഷതാബോധങ്ങളെല്ലാം കാലക്രമേണ മാറും സ്വാഭാവികമായിട്ടും. ഏതൊരു കാര്യവും അത് സ്വന്തം അധ്വാനത്തിൽ കൂടെയും പ്രയത്നത്തിൽ കൂടെയും അതെല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപകർഷതാബോധത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റും. പക്ഷേ നമുക്ക് സ്വയം തോന്നുന്ന ഒരു അപകർഷതാബോധമുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ ഏതൊരു വ്യക്തിക്കും അവനവനെക്കുറിച്ച് തോന്നുന്ന ഒരു അപകർഷതാബോധം. ഞാൻ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് അവർക്കെന്തോ സൗന്ദര്യം എന്നൊക്കെ പറയുന്നൊരു സങ്കല്പപരമായിട്ട് ഏതോ പണ്ട് മുതലേ എഴുത്തുകാരും മറ്റുള്ളവരും പറഞ്ഞും കേട്ടും വന്ന ഒരു സങ്കല്പം മാത്രമാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യനും ഏതൊരു രൂപത്തിലും ഏതൊരു ശാരീരികാവസ്ഥയിലും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാം നിലനിൽക്കുന്ന ഒരു ഈ ഭൂമിയിൽ നമ്മളെന്തിനാണ് അപകർഷതാബോധത്തിൽ പെട്ട് ഉൾവലിഞ്ഞു പോകേണ്ട കാര്യമില്ല. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ അയാളെ ഒന്ന് കാണണം, അല്ലെ അവരെ ഒന്ന് കാണണം, സിനിമാ നടനെ പോലെ അല്ല സിനിമ നടിയെ പോലെ. അതൊക്കെ അപകർഷതാബോധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വാക്കുകൾ അതൊക്കെ. അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല നിലനിൽക്കുന്നത്. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങളും കാണിക്കുക, അവരാണ് ഇതിൽ മികച്ചു നിൽക്കുന്നവരെന്നുള്ള തോന്നലുണ്ടാക്കുന്ന രീതിയിലൊക്കെ അവർ. പക്ഷെ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നോക്കണം. നമ്മുടെ രൂപം അത് എത്രമാത്രം ഉള്ളവർക്കും ഇതുപോലെ തന്നെ പല അപകർഷതാബോധവും നിലനിൽക്കുന്നു. എനിക്കിതെല്ലാം ഉണ്ടായിട്ടും ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ. എങ്ങനെ ആയിപ്പോയെന്നുള്ളതാണ് അത് മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെയുള്ള നോട്ടങ്ങളിൽ അവരുടെ പരിഹാസങ്ങളിൽ ചെറുപ്പം മുതലേ അനുഭവിച്ച അത് ആ ഒരു ഏതോ മനുഷ്യൻ്റെ ആ ഒരു ചിന്ത എന്താണ് അയാളെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇയാൾ കണ്ടു കഴിഞ്ഞാൽ അതുപോലെയാണല്ലോ ഇരിക്കുന്നത്, അല്ല ഇയാളുടെ പല്ല് കണ്ട അതുപോലെയാണ്, അയാളുടെ ചുണ്ട് കണ്ട അതുപോലെയാണ്, മൂക്ക് കണ്ട അതുപോലെയാണ്, കണ്ണ് കണ്ട അതുപോലെയാണ്, എന്തോ മുടി ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനൊരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ള ഏതൊരു മനുഷ്യനോടും മറ്റുള്ളവർ അതൊരു കടന്നുകയറ്റം തന്നെ, ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ്. അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകർഷതാബോധം എന്ന് പറഞ്ഞില്ല. നന്നായിട്ട് പാടുന്ന ഒരാളെ കണ്ടിട്ട് എനിക്കും പാട്ട് പാടണമെന്നുണ്ട്, പക്ഷേ ഞാൻ നന്നായിട്ട് അത്രയും ട്യൂണിലല്ല പാടുന്നത്. അതുകൊണ്ട് അപകർഷതാബോധമല്ല തോന്നുന്നുണ്ട്, നമുക്ക് പറ്റുന്ന പോലെ പാടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അപകർഷതാബോധം എന്നുള്ളത് എന്നേക്കാൾ കൂടുതലുള്ള ഒരാൾ അതിനെന്താണ്, അതിനൊരു ബഹുമാനം കൊടുത്തരെ, അല്ലെങ്കിൽ ഒരു സ്നേഹം കൊടുത്തരെ, അല്ലെങ്കിൽ ഒരു സന്തോഷം, കൊള്ളാം. അതാണ്. അതിനപ്പുറത്തേക്ക് എനിക്കിത്രയേ ഉള്ളൂ, അല്ല എനിക്കിത്രേ പറ്റൂ എന്നുള്ളതല്ല. എനിക്കിതിനേക്കാൾ പറ്റും. ശ്രമമാണ്, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക മനുഷ്യൻ.
അല്ലാതെ എൻ്റെ രൂപം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ നിറം ഇങ്ങനെയായി, നിറത്തിനെയൊക്കെ ചൊല്ലി എന്തെന്ത് അപൂർവബോധങ്ങളൊക്കെ ഞാൻ എൻ്റെ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപാട് പേര് എന്നോടല്ല, അവരുടെ ഓരോ ഇത് എൻ്റെ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി, എന്തൊക്കെയാണോ അതിൻ്റെ അതാ അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ ബോധമില്ലായ്മ എന്ന് പറയുന്നതാണ്. അപകർഷബോധം എന്ന് പറയുന്നത് തന്നെ ഒരു ബോധമില്ലായ്മയാണ്. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് തിരിച്ചറിയാതെ നമ്മൾ ആരാണെന്നോ എന്താണെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്നോ ഒന്നും തിരിച്ചറിയാതെ എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കുണ്ട് എന്ന് കരുതി അത് ധനമോ മറ്റുള്ള കാര്യങ്ങളോ സമ്പത്തോ അല്ലെങ്കിലോ അങ്ങനെയുള്ള വാഹനങ്ങളോ അങ്ങനെ ഏതും ഉണ്ടായിക്കോട്ടെ, അതിലൊരു അപകർഷബോധമൊക്കെ തോന്നി അതൊക്കെ വേണം നമ്മൾ വാങ്ങുമ്പോൾ തീരാവുന്ന അപകർഷബോധമേ ഉള്ളൂ. പക്ഷെ നമ്മളെക്കുറിച്ച് ഞാനൊരു കുറവുള്ളവനാണ്, എന്നേക്കാൾ ഒരുപാട് കൂടുതലുള്ളവരാണ് മറ്റുള്ളവരൊക്കെ, ഞാൻ ഈ ബുദ്ധിപരമായും ശാരീരികപരമായും അല്ലെങ്കിൽ മറ്റുള്ള ആ വികല സങ്കല്പം എന്ന് പറയുന്ന ആ സൗന്ദര്യത്തിൻ്റെ കാര്യമൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരപകർഷബോധം കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ സകല ആനന്ദവും ഇല്ലാതാവും. നമ്മളെന്താണെന്നും നമുക്ക് ചെയ്യാൻ എന്തൊക്കെയുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അപകർഷബോധത്തിനെ നമുക്ക് പാടെ ഇല്ലാതാക്കാനും പറ്റും എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ അത് പങ്കുവയ്ക്കുന്നു. സന്തോഷം.